ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ച വാളൻപുളി വെച്ചിട്ടുള്ളൊരു മീൻ കറിയാണ്. സാധാരണ നമ്മൾ വാളൻപുളി വെച്ചിട്ട് അല്ലെങ്കിൽ കൊടുമ്പുളി വെച്ചിട്ടൊക്കെയാണ് മീൻ കറി ചെയ്യാറുള്ളത്. അപ്പോൾ വാളൻപുളി പഴുത്തത് നമ്മൾ ഉണക്കി വെക്കും, അത് വെച്ചിട്ട് മീൻ കറി വെക്കും. ഇതിപ്പോൾ പച്ച വാളൻപുളിയാണ്, സീസണിൽ ഇഷ്ടം പോലെ കിട്ടും. പ്രിസർവ് ചെയ്യാനും പ്രത്യേക ഒരു മെത്തേഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പലരും കളയുക ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ടൊരു അടിപൊളി മീൻ കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇത് ഞാൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത്ര അധികമൊന്നും വേണ്ട. ഈ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലുള്ളതാണ്. കുരുവൊന്നും കറക്കാത്ത ടൈപ്പ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 1/2 കിലോ മീനിലേക്ക് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പുളി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, തിളപ്പിച്ചപ്പോൾ അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. കുരുവും അതുപോലെ തോടുമൊക്കെ ഒഴിവാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. കൈ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ കറി വയ്ക്കുക. ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം, നാടൻ മീൻ കറി ആകുമ്പോൾ അതാണ് ടേസ്റ്റ്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഏകദേശം 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണം ഞാൻ ഒന്ന് ചെറുതായിട്ട് 4-5 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 4-5 അല്ലിയുണ്ട്. ചുവന്നുള്ളി അതുപോലെ തന്നെ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പിന്നെ സവാളയാണ്. സവാള തീരെ ചെറിയൊരു സവാളയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഇനി സവാള ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ചെറിയ ഉള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ കുറച്ച് സവാളയും കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതലിടാം. പിന്നെ ഒരു തക്കാളി ചെറുത് മതി, കാരണം നമ്മൾ വാളൻപുളി തന്നെ നല്ല പുളി ഉണ്ടായിരിക്കും, അപ്പോൾ ഒരുപാട് വേണ്ട. ഇനി ഇത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, എന്നാൽ പോലും അതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ മതി. ബ്രൗൺ കളറൊന്നും ആവണം എന്നില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അത് മിക്സിയിലേക്ക് മാറ്റിയതിന് ശേഷം ആ എണ്ണയിൽ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, ഒഴിവാക്കാം. കറിവേപ്പില ഇട്ടു. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടുക. എണ്ണ വേറെ ഒഴിക്കേണ്ട, ആ എണ്ണയിൽ തന്നെ ചെയ്താൽ മതി. അപ്പം ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള പേസ്റ്റാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ, തക്കാളിയിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ അരിഞ്ഞോളും. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് വറ്റിച്ചെടുക്കേണ്ടി വരും. മാത്രമല്ല എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ തക്കാളിയുടെ ആ വെള്ളത്തിൽ തന്നെ അതങ്ങ് ചമ്മന്തി പോലെ അങ്ങ് അരിഞ്ഞോളും. ഇനി അത് ഈ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആ വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാത്ത രൂപത്തിൽ മാക്സിമം വെള്ളം വറ്റിച്ചെടുക്കുക. ടേസ്റ്റൊക്കെ ഒന്ന് മാറും വേണം, വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും വേണം. തുറന്നിട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ മുളകിടുമ്പോൾ സാധാരണ മല്ലി അധികം ആരും ചേർക്കാറില്ല. മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും കുറച്ച് മല്ലി ചേർത്തിട്ടുണ്ട്. അതുപോലെ മുളക് പൊടിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം ഇഷ്ടത്തിനനുസരിച്ച്. എരിവ് ഇഷ്ടമുള്ളവർക്ക്. ഞാൻ 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, 1/2 കിലോ മീനാണുള്ളത്. അതെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചുവയൊന്ന് മാറണം. എന്നിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതെല്ലാം കൂടി എല്ലാത്തിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ കുടംപുളി ആണെങ്കിൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. വളംപുളി ആണെങ്കിലും അങ്ങനെ തന്നെ അത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇതും അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വേവാൻ ഇനി ഒന്നുമില്ല, കാരണം എല്ലാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നമ്മൾ എണ്ണയിൽ വഴറ്റി അരച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്നും എടുത്ത് കളയാൻ ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്ത് കളയും, അതിനൊന്നും ഉണ്ടാവില്ല. എല്ലാം ഇതിൽ അരച്ച് ചേർത്തിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ കറി നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും. ഇതാണ് 1/2 കിലോ അയില വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനിട്ടിട്ട് അറിയാലോ, കുറച്ച് ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല. ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിച്ചത്. ഒരു കൂടിപ്പോയ 5 മിനിറ്റ് സമയം തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വേണമെന്നില്ല. ഹൈ ഫ്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ മൺചട്ടി ആയതുകൊണ്ട് തന്നെ മീൻ താഴെ ഭാഗത്തുള്ള കഷ്ണങ്ങളൊക്കെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്നും ഒരുപാട് ഇതായിട്ട് ഇളക്കാൻ പറ്റില്ല, കാരണം ഇപ്പോൾ മീൻ അങ്ങ് ഉടഞ്ഞു പോവും. ഇപ്പോൾ കണ്ടോ, കറി ഒന്നുകൂടി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാൻ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെക്കാളും മീൻ ഇട്ടപ്പോൾ ഉള്ളതിനേക്കാളും ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അവസാനം ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, മൺചട്ടി ആയതുകൊണ്ട് വീണ്ടും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. പിന്നെ ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ എന്താവും, മീനൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അതായത് ഞാൻ ഈ ചെയ്യണ പോലെ. അത്രയേ ഉള്ളൂ. കിഡ്ലൻ മീൻ കറി റെഡിയായി. സാധാരണ നമ്മൾ കുടംപുളി ഇട്ടിട്ടോ അല്ലെങ്കിൽ പഴുത്ത വാളംപുളി ഇട്ടിട്ടോ വെക്കുന്നേക്കാളും നല്ല ടേസ്റ്റാണ്. സീസണിൽ മാത്രമേ ഈ പണി നടക്കുള്ളൂ. എല്ലാ കാലത്തും നമുക്ക് പച്ചപ്പുളി കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിരിക്കും, എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും ചെയ്യും. പ്രത്യേകിച്ച് നല്ല പുളി ഇഷ്ടമുള്ളവർക്ക്, മീൻ കറി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പുളി വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടമാവും. ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. മിക്ക വീടുകളിലും പുളി മരമുള്ള വീടുകളിലൊക്കെ എന്തായാലും പച്ചപ്പുളി ഇഷ്ടം പോലെ കിട്ടും. വീണ് പോകുന്ന പുളി പെറുക്കിയെടുത്താൽ മതി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ. അത് പ്രിസർവ് ചെയ്ത് വെക്കാനൊന്നും വേറെ വഴികളില്ലാത്തത് കൊണ്ട് മിക്ക ആൾക്കാരും അത് കളയുക ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇനി ഇതുപോലെയുള്ള നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.